സോ ഇന്നത്തെ വീഡിയോ ഈ ഒരു R15ൻ്റെ TFT സ്ക്രീനിനെ കുറിച്ചാണ്. ഇതൊന്ന് ഓൺ ചെയ്യാം. ഡിഫോൾട്ട് വിൻഡോ എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല പക്ക വിസിബിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഡേ ലൈറ്റ് സെൻസർ വരുന്നുണ്ട്. ഇപ്പം ഞാൻ റൂമിനകത്ത് ബൈക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ തീം വരുന്നത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വെയിൽ ഇതിലേക്ക് തട്ടുമ്പോഴത്തേക്ക് ഇത് വൈറ്റ് സ്ക്രീനായിട്ട് മാറും. ഫസ്റ്റ് നമുക്ക് കാണുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം. അത് കഴിഞ്ഞ് ഈ ഒരു ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്. റോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ആക്റ്റീവ് ആവും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ടാക്കോമീറ്റർ ഉണ്ട്. നമ്മുടെ R1 വരുന്ന പോലെ തന്നെ സെയിം ഇൻസ്പയർ ചെയ്ത് തന്നെയാണ് ഈ ഒരു ടാക്കോമീറ്റർ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പീഡോമീറ്റർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ ഓളോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്ക്രീനിന് പുറത്തായിട്ട് ഇവിടെ നമുക്കിപ്പോൾ കാണാം ABSൻ്റെ വാർണിംഗ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ന്യൂട്രലിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. നമ്മുടെ ബ്രൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഈ ഒരു സൈഡിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 3 ബട്ടൺസ് യൂസ് ചെയ്താണ് നമ്മൾ ഇതിനകത്തുള്ള എല്ലാ ഓപ്ഷനും കൺട്രോൾ ചെയ്യുന്നത്. ഓഡോമീറ്ററിൻ്റെ ഈ ഒരു ഏരിയയിൽ നമ്മൾ വീണ്ടും ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് മീറ്റേഴ്സ് കാണാം. ട്രിപ്പ് 1, ട്രിപ്പ് 2 മീറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റൈറ്റ് സൈഡിലാണ് ഈ കൂളൻ്റ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കറണ്ട് ഫ്യൂൽ കൺസപ്ഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ആവറേജ് സ്പീഡ് കാണിക്കുന്നുണ്ട്. ബാറ്ററി വോൾട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സൈഡിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു സെലക്ട് ബട്ടൺ ജസ്റ്റ് ഒന്ന് 1 ടൈം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് ട്രാക്ക് മോഡ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ്ലി ആ ഒരു ഇൻ്റർഫേസ് മാറിയിട്ടുണ്ട്. ഒക്കെ ഒരു റേസ് ബൈക്കിൻ്റെ ആ ഒരു അത്തരം ബൈക്സിന് വരുന്ന ഒരു ലേ ഔട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പവറിൽ ചേഞ്ച് ഒന്നുമില്ല, പക്ഷേ നമ്മുടെ ഈ ഒരു സ്പീഡോമീറ്റർ കംപ്ലീറ്റ് ലേ ഔട്ട് അങ്ങ് മാറും. ആക്ച്വലി നമ്മളിത് R1 കാണുന്നത് പോലെ തന്നെയാണ്. ഇതുപോലെ തന്നെ ട്രാക്കിൽ ഓടിക്കാൻ വേണ്ടിയുള്ള ലാപ്പ് ടൈമർ, അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ലാപ്പ്, അതുപോലെ തന്നെ ഇപ്പോൾ RPM നോക്കിയാൽ കാണാം 6000 RPM തൊട്ടാണ് കാണിക്കുന്നത്. ഹയർ റെവിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പീഡ് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഒരു ലാപ്പ് ടൈമർ ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ബൈക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഫാസ്റ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാപ്പ് ടൈമർ ഓൺ ആവും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെയാണ് നമുക്ക് ലാപ്പ് ടൈമർ ഓൺ ചെയ്തിട്ട് നമുക്ക് ഓടിക്കാം. അപ്പോൾ നമ്മൾ എന്നിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇത് ട്രാക്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും ഈ ഒരു വിൻഡോ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അല്ലാതെ നമ്മുടെ റോഡ് യൂസിന് ഇത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ ബൈക്കിൻ്റെ മെയിൻ ഒരു മെനു ആണ്. ബൈക്കിൻ്റെ ആ ഒരു സെലക്ഷൻ ബട്ടൺ തന്നെ നമ്മളൊരു 3 സെക്കൻഡ്സ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ മെനുവിലേക്ക് വരും. അപ്പോൾ ഇതിൽ ഡിസ്പ്ലേ സെറ്റിംഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാപ്പ് ടൈമിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. സിസ്റ്റം സെറ്റിംഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ. ഇത്രയും ഓപ്ഷൻസാണ് മെയിനായിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഡിസ്പ്ലേയുടെ ആ ഒരു കളർ, അത് നമ്മൾ ആ ഒരു ഡാർക്ക് ബ്ലൂ കളറിലെ വിൻഡോ കണ്ടില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ ഫുൾ ടൈം ഇടാം. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇട്ടാൽ ഇതുപോലെ നമ്മൾ പുറത്ത് റോഡിലേക്ക് നല്ല വെട്ടത്തിലാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൈറ്റ് കളറിലെ ഡിസ്പ്ലേ വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ ഒരു ഡാർക്ക് കളറിലെ ഡിസ്പ്ലേ വരും. പിന്നെ ബ്രൈറ്റ്നെസ്സിൽ നമുക്ക് നൈറ്റിലും ഡേയിലും നമുക്ക് എത്രത്തോളം ബ്രൈറ്റ്നെസ്സിൽ ഡിസ്പ്ലേ വേണം എന്നുള്ളത് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. വാൾപേപ്പർ നമുക്ക് സ്റ്റാൻഡേർഡ്, സ്പോട്ട്, അതുപോലെ തന്നെ സ്മാർട്ട്, ഇങ്ങനെ 3 വാൾപേപ്പർ നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ സ്പോർട്സ് വാൾപേപ്പറാണ് ഇട്ടിട്ടുള്ളത്. വാൾപേപ്പർ കഴിഞ്ഞാൽ ഡീഫോൾട്ട് മീറ്റർ മോഡാണ്. അതിൽ നമുക്ക് സ്ട്രീറ്റ് ട്രാക്കർ ഉണ്ട്. അത് നമുക്ക് ഏത് വേണമെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് നമ്മളുടെ ഇത്രയും ഓപ്ഷൻസാണ് ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ വരുന്നത്. പിന്നെ നമുക്ക് ലാപ്പ് ടൈംസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ലാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത ലാപ്പ് റെക്കോർഡ് നമുക്ക് ഇതിൽ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് നമുക്ക് വേണമെങ്കിൽ റീസെറ്റ് ചെയ്ത് വെക്കാം. അതിനുള്ള 2 ഓപ്ഷൻസാണ് ലാപ്പ് ടൈമിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇത് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ചെയ്യാനും നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷനാണ്. പിന്നെ നമുക്ക് വരുന്ന സിസ്റ്റം സെറ്റിംഗ്സിനകത്ത് ക്ലോക്ക് വരുന്നുണ്ട്. നമുക്ക് കസ്റ്റമർ നെയിം, നിങ്ങൾ ആദ്യം ആ ഒരു വെൽക്കം വിൻഡോയിൽ എൻ്റെ പേര് കണ്ടതുപോലെ തന്നെ ആ പേര് കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് യൂണിറ്റിൽ നമുക്ക് സ്പീഡിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് km/h ആക്കാം, ഇല്ലെങ്കിൽ നമുക്ക് m/h ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം.
പിന്നെ നമുക്ക് മൈലേജ് നമുക്ക് കിലോമീറ്റർ പെർ ലിറ്റർ ആണോ അല്ലെങ്കിൽ അത് പെർ 100 കിലോമീറ്റർ, അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ ഇതേപോലെ ഡിഗ്രി സെൽഷ്യസിൽ കാണിക്കാം, ഇല്ലെങ്കിൽ ഫാരൻഹീറ്റ് ആയിട്ട് കാണിക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് മാറ്റാം. പിന്നെ അത്രയും ഓപ്ഷൻസാണ് അതിനകത്ത് വരുന്നത്. ഈ ഒരു ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് നമുക്ക് എത്ര RPM നമുക്ക് ഈ ഒരു നമ്മുടെ RPM ഇൻഡിക്കേറ്റർ ഷിഫ്റ്റ് ലൈറ്റ് കത്തി തുടങ്ങണം, നമുക്ക് എത്ര RPM സ്റ്റോപ്പ് ആവണം എന്നുള്ളത്. ഞാനിപ്പോൾ 7400 തൊട്ട് 12,000 ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് ഇതിനുള്ളിൽ വരുന്നത്. ഇപ്പോൾ ഓൾടുഗെദർ നല്ലൊരു പാക്കേജാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഇനി ആഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വരും എന്നൊക്കെയാണ് പറയുന്നത്. എനിവേ ബേസിക്കായിട്ട് ഈ ഒരു ബൈക്കിന് ഇത്രയും ഫീച്ചേഴ്സാണ് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് ഇനി വേറെ എന്തൊക്കെയാണ് ഈ ബൈക്കിനെ കുറിച്ച് അറിയാനുള്ളതെന്നുള്ള ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്കതെല്ലാം വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.